ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈച്ച ഏത് സ്ത്രീയാണ് കാശ് തന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം, അതിനു മുമ്പ് സ്റ്റണ്ട് പടത്തിലെ ചെറിയൊരു സീൻ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അച്ചമ്മയും ഈച്ചയും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മയുടെ വീട്. അച്ചമ്മയുടെ വീട്ടിലെ ഒരു പ്ലാവ് നിറയെ നന്നായിട്ട് ചക്ക ഉണ്ടായി കിടക്കുക. അപ്പോൾ ഒരാളെ കൊണ്ട് അച്ചമ്മ ചക്ക ഇടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മുടെ ഈച്ച അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചമ്മയെന്ന് പറഞ്ഞു ഓടി വന്നു. അപ്പോൾ എടാ, നിനക്ക് അതും കൂടെ പറിക്കാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ച് ആ മരത്തെ കയറിയ ചെറുക്കൻ കൊച്ചിനോട് പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുക. അപ്പോൾ അച്ചമ്മയെന്ന് വിളിച്ച് ഓടി അങ്ങോട്ടേക്ക് ഈച്ച വന്നു. എടാ, നീ വന്നല്ലേ? എനിക്കറിയാടാ, നീ എവിടെ പോയാലും വളഞ്ഞു പൊളഞ്ഞ് ഈ കരയിൽ തന്നെ വന്നടിയുമെന്ന്. അപ്പോൾ കരയിൽ വന്നടിയാനേ ഞാനെന്താ ചത്ത സ്രാവാണോ എന്ന് ചോദിച്ചു അന്നേരം. നീ സ്രാവല്ലടാ, നത്തോലി ഒരു ചെറിയ മീനല്ല, അതച്ചമ്മയൊക്കെ അറിയാലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛമ്മേ, അതെ, വടിയെടുക്കാൻ വല്ലതും പോകുവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വടിയല്ലടാ, അപ്പുറത്തെ കോടാലി ഉണ്ട്, അതെടുക്കാനാ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ, എന്നെ വെട്ടിക്കൊല്ലാനാണോ? വിറക് വെട്ടാൻ മടിച്ചിട്ടല്ലേടാ നീ നാട് വിട്ട് പോയതെന്ന് ചോദിച്ചു. അന്ന് നീ വെട്ടാതിരുന്ന മരക്കഷ്ണേ ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ട്, അത് വെട്ടി കീറിയിട്ടേ ഇന്ന് നിന്നെ ഞാൻ വിടത്തുള്ളൂ എന്നും അച്ഛമ്മ പറയുമ്പം, അച്ഛമ്മേ, വിറകൊക്കെ ഞാൻ വേറൊരു ദിവസം വെട്ടി കീറി തരാം, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. എന്താ, നിനക്ക് കാശ് വല്ലതും വേണമായിരിക്കും അല്ലേ ചോദിക്കുമ്പം, എനിക്കല്ല കാശ് വേണ്ടത്, പിന്നെയോ രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതിക്കോ? രേവതിക്ക് എന്തിനാ കാശ്? രേവതി ഒരു ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഓർഡർ എടുത്തായിരുന്നു. പൂവിന് അഡ്വാൻസ് കൊടുക്കാൻ ഒരു 5 ലക്ഷം രൂപ വേണ്ടി വരുമെന്ന കാര്യം പറയുകയാണേ. അതിൽ ഒരു 3.5 ലക്ഷത്തോളം രൂപ അവരുടെ കയ്യിലുണ്ട്, ഇനിയും വേണം 1.5 ലക്ഷം രൂപ. അപ്പോൾ സച്ചിയും രേവതിയും കാശിന് വേണ്ടി ഓടി നടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിടത്തു നിന്നും കിട്ടിയിരുന്ന തോന്നണതെന്ന കാര്യമൊക്കെ പറയുന്നു. പിന്നെ ഇന്ന് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ സമയത്തിന് പൂ ഇറക്കാനായിട്ട് കഴിയില്ല, ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടതായിട്ടും വരുമെന്ന് പറഞ്ഞു. അച്ഛമ്മയുടെ കയ്യിൽ കാശ് കാണുമല്ലോ, രേവതി ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. നല്ല ലാഭം കിട്ടുന്ന ഒരു ഓർഡറാണ്, അത് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് വിഷമാവുമെന്ന കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ നിന്നെ അവർ രണ്ടുപേരും പറഞ്ഞു വിട്ടതാണോ എന്ന് ചോദിച്ചു. അവർക്ക് എന്നോട് വിളിച്ച് ചോദിച്ചാൽ എന്തായിരുന്നു? അയ്യോ, അവർ പറഞ്ഞു വിട്ടതൊന്നും അല്ല അച്ഛമ്മേ, ഞാൻ അവരുടെ അവസ്ഥ കണ്ട് സച്ചിയുടെ വിഷമം കണ്ടിട്ട് ഞാൻ ഓടി അച്ഛമ്മയുടെ അടുത്തേക്ക് വന്നതാ. അച്ഛമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ അവർ കാശൊന്നും ചോദിക്കാത്തത്. അപ്പം ബുദ്ധിമുട്ടോ? ഈ കാശൊക്കെ ആർക്ക് വേണ്ടിയാടാ ഞാൻ കൂട്ടി വെക്കുന്നത്? ഇതൊക്കെ അവർക്കുള്ളത് തന്നെയല്ലേ എന്നിങ്ങനെ അച്ഛമ്മ ചോദിച്ചു. അന്നേരം അവരെ സഹായിക്കുന്നതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താടാ എനിക്കുള്ളതെന്ന് ചോദിച്ചു. കാശിന് വേണ്ടി എൻ്റെ മക്കൾ ഇങ്ങനെ കിടന്ന് അലയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അച്ഛമ്മ എന്നാ എൻ്റെ കൈ തന്നു വിട്ടാൽ മതി, ഞാൻ കൊണ്ടേ കൊടുത്തോളാമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ വരാം നിൻ്റെ കൂടെ, ബാങ്കിൽ നിന്ന് കാശെടുത്തിട്ടേ നമുക്ക് അതുവഴി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വരുന്ന വഴിക്കാണ് അച്ഛമ്മയും ഈച്ചയും കൂടെ അതുവഴി വരുന്നത്. അപ്പോഴേക്ക് രേവതിയുടെ കയ്യിൽ നിന്ന് നമ്മമാർ കാശ് തട്ടിപ്പറിച്ച് പോകുന്നതും രേവതിയെ ഉന്തി മണ്ണിലേക്ക് ഇടുന്നതും അവർ കണ്ടു. അപ്പോഴേക്കും ഞാൻ എന്നാ ചെയ്യുമെന്ന് ഓർത്തിങ്ങനെ രേവതി കരയുന്നതല്ല അച്ഛമ്മ കാണുക. പിന്നെ നമ്മുടെ ഈച്ചയുടെ കൂടെ അച്ഛമ്മ പോയി. അതായത് കാശും കൊണ്ട് പോയവന്മാരെ ചേസ് ചെയ്ത് നമ്മുടെ ഈച്ച അങ്ങ് പിടിച്ചു നിർത്തി. അച്ഛമ്മയും ഉണ്ട് വണ്ടിയിൽ. അച്ഛമ്മ ഇറങ്ങി ഇവന്മാരുടെ മുന്നിൽ വന്നങ്ങ് നിന്നു. ഇവന്മാർ അന്തം വിട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മുടെ അച്ഛമ്മയെ കയ്യിൽ കാശുണ്ടല്ലോ. നീയൊക്കെ ആരാടാ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഗുണ്ടകൾ നേരെ അച്ഛമ്മയുടെയും ഈച്ചയുടെ അടുത്തേക്ക് വന്നു. ആദ്യം നീത്തു മേടിക്കരാമെന്നും പറഞ്ഞുകൊണ്ട് ഈച്ച ആദ്യം അവൻ്റെ ചെവിക്കല്ല് തീർത്ത് വരണം അങ്ങ് കൊടുത്തു. അവൻ പോയി അങ്ങ് വീണു. പിന്നെ പൈസ ഇങ്ങാടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈച്ച എന്നാൽ പൈസയെ പിടിച്ചു. അച്ഛമ്മയും കൂടി ചേർന്നു. മറ്റോമാരന്നേരത്തേനും ഇവർ രണ്ടുപേരും ഉന്തി തള്ളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അച്ഛമ്മയുടെ അവൻ്റെ കളി. പൈസയും പിടിച്ച് അവന്മാർ വലിയ ഇത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈച്ച ഒരുത്തനെ വലിച്ച് നിലത്തേക്ക് ഇട്ടെന്നിട്ട് ഈച്ചയ്ക്ക് പറ്റുന്ന പോലൊക്കെ ഈച്ച നോക്കുക. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടി പറിച്ചു മേടിച്ചു. അച്ഛമ്മേന്നും പറഞ്ഞിങ്ങനെ. അപ്പോൾ അത് ഒരുത്തൻ ഈച്ചയെ പിടിച്ചിങ്ങനെ പൊക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മയുടെ കൈയൊക്കെ പിടിച്ച് ഓട്ടിച്ച് അവന്മാർ വല്ലാത്തൊരിത്. നമ്മുടെ അച്ഛമ്മ പിടിച്ചിട്ട് ഒരൊറ്റ കുത്തായിരുന്നു അവൻ്റെ കഴുത്തിൻ്റെ ഇവിടത്തിനിട്ട് നോക്കി. പണ്ട് വർഷയുടെ അച്ഛനിട്ട് കൊടുത്ത അതേ പണി. അച്ഛമ്മേ പെട്ടെന്ന് വാ അച്ഛമ്മേ വേന്നു വാ അച്ഛമ്മേന്ന് പറഞ്ഞുകൊണ്ട് ഈച്ച കരയുന്നു. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ഇവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെയും എളി നോക്കി ഒരെണ്ണം കൊടുത്തു. പിന്നെ സ്റ്റാച്ചു പോലെ രണ്ടാവന്മാർ അപ്പുറവും ഇപ്പുറവും നിൽക്കുക. അങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്നവന്മാരുടെ കയ്യിൽ നിന്ന് പൈസയും തട്ടിപ്പറിച്ചിങ്ങ് വാങ്ങിച്ച്, എൻ്റെ മക്കളെ വേർപ്പൊഴുക്കിയ അധ്വാനിച്ചുണ്ടാക്കിയ കാശ, അത് അങ്ങനെയൊന്നും നഷ്ടപ്പെട്ടു പോവില്ല എന്നും പറഞ്ഞ് നീ വാടാന്ന് പറഞ്ഞ് അവന്മാരെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് നമ്മുടെ അച്ഛമ്മ അങ്ങ് പോയി. തൊട്ട് പിറകെ പോലീസുകാർ വന്നു. പോലീസുകാർ വന്നപ്പം അച്ഛമ്മയും ഈച്ചയും കൂടെ നടന്നു വരികയല്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വരുന്നു. മറ്റവന്മാർ അവിടെ ഇങ്ങനെ സ്റ്റാച്യു പോലെ നട റോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. അപ്പോഴേക്ക് ഈച്ച നമ്മൾ പോലീസിനെ വിളിച്ചില്ലല്ലോ, കൃത്യസമയത്ത് തന്നെ പോലീസ് എത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അച്ഛമ്മയും ഈച്ചയും കൂടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അതേ മറ്റവന്മാരവിടെ സ്റ്റാച്യു ആയിട്ട് നിൽക്കുന്നത് പോലീസുകാർ കാണുകയും ചെയ്തു.
ഇതെന്താ ജീവനുള്ള പ്രതിമകളോ നീ പോലീസുകാർ ചോദിക്കുക. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, എന്താ വിൽക്കാൻ വെച്ചേക്കാണോ ചോദിക്കുമ്പം അല്ല സാർ ഇപ്പം ഒരു ഇത് കഴിഞ്ഞതേ ഉള്ളൂ, സാറിന് ഫ്രീ ആയിട്ട് തരാം, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ദേ സാറേ, ഇവരെൻ്റെ പേരക്കുട്ടിയുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നു കളയാൻ നോക്കിയവരാണെന്ന കാര്യം അച്ചമ്മ ഈ പോലീസുകാരോട് പറഞ്ഞു. ഞങ്ങൾ പിറകെ വന്ന് പിടിച്ച് ഈ കോലത്തിലാക്കിയതാണെന്നും അച്ചമ്മ. ഇവന്മാരിങ്ങനെ വട്ടി പോലെ ഇങ്ങനെ നിൽക്കുന്നു. മറ്റൊരുത്തൻ്റെ കഴുത്തിനും ഒരുത്തൻ്റെ ഇളക്കിട്ടോ കൊടുത്തത്. അച്ചമ്മ ഈ മർമ്മവിദ്യ പ്രയോഗിച്ചു എന്നിങ്ങനെ ഈച്ച പറയുമ്പം അപ്പോൾ അവരാണല്ലേ ഇവർ പട്ടാപ്പകൽ നടുറോട്ടിൽ വെച്ചൊരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരാൾ വിളിച്ച് പറഞ്ഞായിരുന്നു എന്ന കാര്യം പറയാം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരമാണ് ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു എന്നും പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്നും പറഞ്ഞ സാറ്. അപ്പോൾ ഞങ്ങൾ പിടിച്ചു തന്നില്ലേ, ഇപ്പോൾ ഇനി ഇവരെ കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കും സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിൽ എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ വണ്ടി കയറ്റുമെന്ന് ചോദിച്ചു. അതേ ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അച്ചമ്മ ചെന്നവന്മാരെ പഴയ രൂപത്തിലാക്കി. പോലീസ് എന്ന് പറഞ്ഞ അവന്മാർ ഓടാൻ നോക്കിയപ്പോഴത്തേക്കും പോലീസുകാർ ഒന്ന് പിടിച്ച് 2 എണ്ണത്തിന് തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോയി. അച്ചമ്മയോടൊരു നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോൾ ദേ ആ കാശിങ്ങ് തന്നു വഴി ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല, ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഈ പോലീസുകാരൻ അച്ചമ്മയോട് പറയുമ്പം നിങ്ങളോട് ആരാ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, ഈ കാശ് ഒരത്യാവശ്യത്തിനുള്ളതാണ്, ഇത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തേ പറ്റുള്ളൂ എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞു. നീ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈച്ചയും കൂട്ടിക്കൊണ്ട് അച്ചമ്മ അങ്ങ് പോയി. അപ്പോൾ പൈസ എല്ലാം കൊണ്ടുവന്ന് ആ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പിന്നെ ഈ രേവതിക്ക് കൂടുതലൊന്നും പറ്റിയില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല ഒന്നും പറ്റിയില്ല, 2 പേര് ചേർന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്നോ കടക്കാരൻ ചേട്ടൻ പറയാം. അവളിവിടെ അഡ്വാൻസ് തരാൻ വേണ്ടി വന്നതായിരുന്നു എന്നും പറഞ്ഞു. ഇന്ന് അഡ്വാൻസ് തന്നില്ലെങ്കിൽ സമയത്തിന് പൂ ഇറക്കാനായിട്ട് കഴിയില്ല എന്നും അദ്ദേഹം പറയാം. അപ്പം ഇപ്പം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞ് നിൽക്കുമ്പം അഡ്വാൻസ് ഞാൻ തരാം, അതിനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അച്ചമ്മ. അങ്ങനെ ആ പൈസ കൊടുത്തു. അതിന് ശേഷം പിന്നെ കുറച്ച് പൈസയും കൂടെ കൊടുത്തു. അപ്പോൾ അഡ്വാൻസ് 5 ലക്ഷം രൂപ മതിയല്ലോ, ബാക്കി കാശ് പിന്നീട് മതിയെന്നാ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ ഇതും കൂടി വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ കാശ് നമ്മുടെ അച്ചമ്മ ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അങ്ങനെ കാര്യങ്ങൾക്ക് നമ്മുടെ അച്ചമ്മ തീരുമാനമാക്കുക കേട്ടോ. അങ്ങനെ ആ ഗുണ്ടകൾ പെരുവഴിയിലിട്ട് പൊളിച്ചടുക്കിയ ആ ഒരു കഥ അവിടെ പറയുന്നു. മൊത്തം ഇപ്പോൾ ദേ 6.5 ലക്ഷം രൂപ തന്നു. ബാക്കി കാശ് വർക്ക് കഴിഞ്ഞ് രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ചോണേ. അതെ, രേവതിയോട് വന്ന് വിളിച്ച് പറയണം കേട്ടോ ഈ ഒരു അഡ്വാൻസ് തന്ന കാര്യം. അഡ്വാൻസ് ഒരു സ്ത്രീ തന്നെന്ന് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും പറയണ്ട കേട്ടോ എന്ന്. അപ്പോൾ സർപ്രൈസ് കൊടുക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ അതേ നോക്ക്, നല്ല പൂ ഇറക്കി കൊടുത്തേക്കണം അവൾക്ക് കേട്ടല്ലോ, അല്ലെങ്കിലേ നിനക്കിവിടെ നനങ്ങാൻ പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. നിന്ന നിൽപ്പിലാക്കും ഞാൻ. അയ്യോ രേവതി എൻ്റെ സ്ഥിരം കസ്റ്റമർ അല്ലേ, നല്ല പൂ തന്നെയാ എന്നും ഞാൻ അവൾക്ക് കൊടുക്കാറ്. അപ്പോൾ കൊടുത്താൽ നിനക്ക് നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛമ്മ ഈച്ചയും കൂടെ അവിടെ നിന്ന് പോണു. അപ്പോൾ തന്നെ ഈച്ച എന്നിട്ട് ഫോൺ എടുത്ത് സച്ചിയെ വിളിച്ചു. എന്താടാ ഈച്ച നീ വിളിച്ചതെന്ന് സച്ചി ചോദിച്ചു. എടാ നീ ഹോസ്പിറ്റലിലാണോടാ ഉള്ളത്? ആ അതെ. രേവതിക്ക് ഇപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? കയ്യിൽ ചെറിയൊരു മുറിവുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും. അല്ല രേവതി ഹോസ്പിറ്റലാണെന്ന് എന്നോടാരാ പറഞ്ഞതെന്ന് ചോദിച്ചു. എടാ അതൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു ഈച്ച, ഞാൻ ഈ വിവരം അറിയാൻ വേണ്ടി വിളിച്ചതാടാ. ഓക്കേ എന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അതിനുശേഷം അച്ചമ്മയോട് പറഞ്ഞു അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാമെന്നും പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോന്നു. ഈ കഥകളെല്ലാം ഈച്ച പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു ഇവരെ. ഇതൊക്കെ അമ്മയ്ക്ക് നേരത്തെ എന്താ അമ്മ പറയാതിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അത് അച്ചമ്മ സർപ്രൈസ് ആക്കി വെച്ചതാണെന്ന് പറഞ്ഞു ഈച്ച. കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തിയത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങളുടെ കാശ് തിരികെ വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് അച്ചമ്മ പറയാം. പൂവിനുള്ള അഡ്വാൻസ് കൊടുത്തിട്ട് കൊണ്ടെന്ന് പറഞ്ഞു. ദൈവമാ എന്നെ ശരിക്കും അവിടെ എത്തിച്ചത്. അപ്പോഴത്തേക്കും ചന്ദ്രമതി ഞെട്ടി നിൽക്കുക കേട്ടോ. ശേ എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹവും കരച്ചിലും കാര്യങ്ങളും ഒക്കെ. സച്ചിയുമാകെ വല്ലാണ്ടായിട്ടിരിക്കുക. ആ കാശ് നഷ്ടപ്പെട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയ ഓർഡർ നഷ്ടപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കര കരച്ചിൽ അച്ചമ്മയുടെ മുന്നിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രൻ നിൽക്കുന്നത്. ആ ഓർഡർ കിട്ടിയ രാത്രി ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടെന്ന് എൻ്റെ അച്ചമ്മയ്ക്ക് അറിയാവുമെന്ന് രേവതി ചോദിക്കുക. എല്ലാം തകർന്നേനെ ഒറ്റ നിമിഷം കൊണ്ട് എന്നും പറഞ്ഞിങ്ങനെ കരയുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അച്ചമ്മ എന്നും പറഞ്ഞ നേരെ സച്ചി പറയാം. അത് കേട്ടപ്പം എന്തിനാടാ നന്ദി പറയുന്നതെന്ന് ചോദിച്ചു. നന്ദി പറയാനോ? നീ ആരാടാ എന്നോട് നന്ദി പറയാൻ? ദേ അടിച്ചു നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അച്ചമ്മ ഇങ്ങനെ നേരം വഴക്ക് പറഞ്ഞു എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇവർ. അല്ലമ്മ ഇത്രയും വയസ്സില്ലേ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നമ്മേ എന്ന് ചോദിച്ചപ്പോൾ പഴയ തടിയിലെങ്കിലേ കാതൽ കൂടും, എന്തൊരടിയായിരുന്നു, അതിനിടയിലേ ഒരു മർമ്മപ്രയോഗം. ഓ അതമ്മയുടെ സ്ഥിരം പ്രയോഗമാ സച്ചി, ആ കള്ളന്മാരുടെ കാര്യം പോക്കാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈച്ച നേരം പറയും. അപ്പോൾ സച്ചി അവിടെ ഇരുന്ന് ആ കള്ളന്മാരെ പറഞ്ഞു വിട്ടതേ ഹേമ തന്നെയാണെന്ന കാര്യം നമ്മുടെ സച്ചി പറയുന്നു. അവൾക്ക് വേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ട്, മുന്നേ തന്നെ പിടിച്ച് കെട്ടേണ്ടതായിരുന്നു. അപ്പം ഞാൻ പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം
ഹേമ എങ്ങനെയാ അറിഞ്ഞത് എന്ന രേവതി അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് പേടിയായി. ചന്ദ്രയുടെ പാളിന്ന് ചന്ദ്രയ്ക്ക് മനസ്സിലായി. അതൊരു ചോദ്യം തന്നെയാണല്ലോ അല്ലേ അച്ഛാന്ന് സച്ചി. ചന്ദ്ര ഇങ്ങനെ ഇരിക്കും. അപ്പം രേവതി ഇവിടുന്ന് കാശുമായി പോകുന്ന കാര്യം ആരെങ്കിലും ഹേമയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകുമെന്നുള്ള കാര്യം പറയുക. അതിനാർക്കാ അറിയാവുന്നേ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ഇങ്ങനെ നേരം ചോദിച്ചു. അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക ആരാ. അപ്പോഴത്തേക്കും ദേ എല്ലാവരുടെയും നോട്ടം ചന്ദ്രയിലേക്ക് വന്നു. ചന്ദ്ര ഇങ്ങനെ നോക്കുവട്ടോ, പേടിച്ച് വിറച്ചിങ്ങനെ സമയത്ത് ഞാനൊന്നുമല്ല പറഞ്ഞത് കേട്ടോ എന്ന് ചന്ദ്രമതി ചാടി കയറി അങ്ങ് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതിന് നീയാ പറഞ്ഞത്, ഞങ്ങളാരും ഇവിടെ പറഞ്ഞില്ലല്ലോ, പിന്നെ നീ എന്തിനാ അത് പറയുന്നതെന്ന് ചോദിച്ചു. നീ പറഞ്ഞില്ല എന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് നീ തന്നെ അത് വിളിച്ചു പറഞ്ഞതെന്ന കാര്യം അച്ഛമ്മ പറയാം. ചന്ദ്രമതി തീർന്നു. ചന്ദ്രമതിയുടെ സകല ഇടപാടും പൊക്കി നമ്മുടെ അച്ഛമ്മ. അങ്ങനെ ചന്ദ്രമതി പേടിച്ചരണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അമ്മേ ഞാനല്ല വിളിച്ചു പറഞ്ഞേ, സത്യമായിട്ട് ഞാനല്ല വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങ് ചെല്ലുന്നു. രവേട്ടാ ഞാൻ അങ്ങനെ ചെയ്യുമോ രവേട്ട? അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് സച്ചി. എങ്കിലേ വിചാരണ തുടങ്ങിക്കോളൂ, ഞാനിവിടെ ഒരു അധികപ്പറ്റായി നിൽക്കുന്നില്ല, ഞാൻ പോയേക്കാവെന്ന് പറഞ്ഞു നമ്മുടെ ഈച്ച അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ രേവതി നേരെ എഴുന്നേറ്റ് ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങളുടെ മൂത്ത മോൻ ഒഴികെ ഈ വീട്ടിലെ വേറെ ആരും ഉയരങ്ങളിലേക്ക് കയറിപ്പോകാൻ ശ്രമിച്ചാ നിങ്ങൾ അവരെ പിടിച്ച് വലിച്ച് താഴെ ഇടാൻ നോക്കുമെന്ന് രേവതി ചന്ദ്രയോട് പറയാം. ചന്ദ്രേന്ദ്ര രേവതി തുറച്ച് നോക്കുവാട്ടോ. അമ്മ ഇരിക്കുന്നതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല, പേടിയല്ലേ. അച്ചമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അച്ചമ്മ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്നെ അങ്ങനെ ചെയ്യാൻ നോക്കിയതാണല്ലേ, പക്ഷെ നടന്നില്ല. ദൈവം എൻ്റെ അച്ഛമ്മയെ എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാനും ആരോടും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി നിന്ന് ഉരുളുക. നീ എന്താ പറഞ്ഞേ? നിന്നെ വലിച്ച് താഴെ ഇടാൻ നോക്കിയെന്ന്. നിന്നെ വലിച്ച് താഴെ ഇടാൻ നീ ആരാടി എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുക. ഒരു വലിയ ബിസിനസ്സുകാരി വന്നിരിക്കുന്നു, നീ ഒരു സ്റ്റെപ്പെങ്കിലും കയറിയോ? എൻ്റെ മോൻ സുധി എവിടെ, നീ എവിടെ എന്നും ചോദിച്ചിങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ സച്ചിയും ചിരിക്കുന്നു, അച്ഛമ്മ ചിരിക്കുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നിരുന്നതാ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വല്ലതും പറഞ്ഞും പോയേനെ. തമാശ പറഞ്ഞേ എന്നെ തണുപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒന്ന് സച്ചി അന്നേരം ചന്ദ്രയോട്. അപ്പം നിനക്ക് ദേഷ്യം വന്ന് എനിക്കെന്താടാ? ഇവള് കാശുമായിട്ട് പോകുന്ന കാര്യം ഹേമയെ വിളിച്ചു പറഞ്ഞത് ഞാനല്ല. ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ മെക്കിട്ട് കയറാൻ ആരും വരണ്ടാന്നായി ചന്ദ്ര. രവിയേട്ടാ ഞാൻ പറഞ്ഞത് സത്യ, ആര് വിശ്വസിച്ചില്ലെങ്കിലും എനിക്കത് പ്രശ്നമൊന്നുമല്ല. പക്ഷെ നിങ്ങൾ എന്നെ വിശ്വസിക്കണം കേട്ടോ എന്നും പറഞ്ഞ് ചെല്ലണം. എന്ത് നടന്നാലും ഒന്നെങ്കിൽ തലേന് എൻ്റെ തലയിൽ അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ തലയിൽ. ഞങ്ങൾ രണ്ടുപേരും മോശക്കാരൻ, നിങ്ങളൊക്കെ നല്ല ആൾക്കാരും. എന്തൊരു ഗതികേടാന്ന് നോക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തുള്ളിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. കാര്യം ഇവർക്ക് മനസ്സിലായി, ചന്ദ്രയാണ് ആ പണി വന്നതെന്നുള്ളത്. അന്നേരം മോനെ നീ അവള് പറഞ്ഞത് വിശ്വസിച്ചോടാന്ന് ചോദിച്ചപ്പം അവിടെ നിന്ന് അവളെ ഇത് പറയുള്ളൂ എന്ന് എനിക്കറിയാമേ, അവള് ഉറപ്പായിട്ടും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കഴിഞ്ഞു. ഈ വർക്കിൽ നീ കോൺസെൻട്രേറ്റ് ചെയ്യണം രേവതി. ഈ വർക്ക് കണ്ട് നമുക്ക് കൂടുതൽ വർക്ക് കിട്ടണമെന്നും ഹേമയെന്നല്ല ആർക്കും തൊടാൻ പറ്റാത്ത ഉയരങ്ങളിൽ നീ എത്തണമെന്നും സച്ചി ഇങ്ങനെ രേവതിയോട് പറയാം. അങ്ങനെയാണ് താഴേക്ക് വലിച്ചിടാൻ നോക്കി അവരോട് പ്രതികാരം ചെയ്യേണ്ടതെന്നും പറഞ്ഞു. അങ്ങനെ അവർ തീരുമാനമൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അമ്മ പോവാന്ന് പറഞ്ഞു, അതായത് അച്ഛമ്മ പോവാന്ന്, അച്ഛമ്മയ്ക്ക് വയലിൽ ഒത്തിരി പണിയുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷയും ശ്രീകാന്തും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛമ്മയെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി ഓടി വന്ന് അച്ഛമ്മേന്ന് പറഞ്ഞ് വർഷ അടുത്തിരുന്നു. അച്ഛമ്മ എന്നിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ തൂത്തും തലോടിയൊക്കെ കൊടുത്ത്, അതെ ഈ സമയത്ത് ഭാര്യയും കൂട്ടി കറങ്ങാൻ പോകുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ, കറങ്ങാൻ പോയതൊന്നും അല്ല അച്ഛമ്മേ, ഞാനൊരു അർജൻറ്റ് ആവശ്യത്തിന് വേണ്ടി സ്റ്റുഡിയോയിലേക്ക് പോയതാണെന്ന് പറഞ്ഞു. വരണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ലാന്നു. ശ്രീകാന്ത് എൻ്റെ പുറകെ തന്നെ വന്നതാ. ദേ ഇപ്പം എൻ്റെ അടുത്തൊന്നും മാറുന്നേ ഇല്ല. ശ്രീകാന്തിനെ കൊണ്ട് വലിയ ശല്യമായിരിക്കുകയാണെന്ന് വർഷ. അപ്പോൾ ദേ അവരിങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ അവനിങ്ങനെ നിൻ്റെ കൂടെ വരുന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് അച്ഛമ്മ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. അച്ഛമ്മ അങ്ങ് പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ രേവതിയുടെ സങ്കടം വർഷയും ശ്രീകാന്തും ശ്രദ്ധിച്ചു. എന്ത് പറ്റി ചേച്ചിയെന്നും ചോദിച്ചു ഇവരടുത്തേക്ക് വരുക കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ രേവതി വിഷമിച്ച് അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്ന ശ്രുതി ആട്ടോ. ശ്രുതിയുടെ അരികിൽ ആനന്ദ് വന്ന് ശ്രുതിയുടെ കാര്യം പറയാം. നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അവളെ പിരിഞ്ഞ് നിൽക്കാൻ നിനക്ക് സാധിക്കില്ലെന്നും എനിക്കറിയാം, പിന്നെ എന്തിനാ നീ ഇങ്ങനെ ആക്ട് ചെയ്യുന്നതെന്നൊക്കെ കൂട്ടുകാരൻ ചോദിച്ചു. അമ്മയുടെ സമ്മതമില്ലാതെ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല ബ്രോ എന്നും പറഞ്ഞു ശ്രുതി. നീ നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹവും മര്യാദയൊക്കെ നല്ലത് തന്നെ, എന്നാലേ അമ്മയ്ക്ക് വേണ്ടി ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്താ നീ ഇങ്ങനെ പറയുന്നത്? ഇത് ഉപേക്ഷിക്കുന്നത് പോലെ തന്നെയല്ലേ ശ്രുതി, നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. നീ ഈ നാട്ടിൽ നടക്കുന്നതൊന്നും കാണുന്നില്ലേ? എന്താ ഈ നാട്ടിൽ നടക്കുന്നേ? എന്നാ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. എടാ വേണ്ട, ഞാനായത് പറഞ്ഞാലേ നിനക്ക് വിഷമാവും. എന്താ ബ്രോ കാര്യം പറ, എന്നോട് പറ എന്താടാ? അപ്പം ഞാനതൊക്കെ പറയാം. എനിക്ക് അജേഷ് എന്ന് പറയുന്നൊരു ഫ്രണ്ടുണ്ട്, അവനും അവൻ്റെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് വഴക്കൊക്കെ കൂടും, പിണങ്ങും. 6 മാസം മുൻപ് അവൻ്റെ അമ്മ അവൻ്റെ
ഭാര്യ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വഴക്കൊക്കെ കൂടുമെങ്കിലും അവൾക്ക് അവനെ വലിയ ഇഷ്ടമായിരുന്നു പറഞ്ഞ് ഇതേ ഒരു കഥ ആനന്ദ് സുധിയോട് പറയുന്നു. അത് കേട്ടപ്പോൾ സുധിക്ക് ആകെ വിഷമമായി. അപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യ കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്നോ ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത് കേട്ട് പേടിച്ചിറങ്ങി നിൽക്കുന്ന സുധിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.